ഹൈ ഫ്രണ്ട്സ്, ഞാൻ സുജറ. ഞാനിപ്പോൾ കടലുണ്ടിപ്പുഴ ഇതുണ്ടല്ലേ, വെള്ളപ്പൊക്കം വന്നതിന് ശേഷം കടലുണ്ടിപ്പുഴയിലെ ഞങ്ങളെ കടവിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. റോഡ് വണ്ടി പോകാനുള്ള സ്ഥലത്ത് പ്രശ്നമൊന്നും ഇല്ല, അത് റെഡി ആയിക്കണു. എന്നാൽ നമ്മളെ പുഴക്കടവാണ് ഈ കാണുന്നത്. വെള്ളപ്പൊക്കം ബാക്കി വെച്ചതാണ്. ഇതാണ് പുഴക്കടവ്. ഇവിടെ ഒക്കെ ഒന്നും പ്രശ്നമില്ല, കാര്യത്തിൽ പ്രശ്നമില്ല. എന്നാലും നമ്മളെ വെള്ളം ഏറി നിന്ന ഈ ഒരു ഏരിയയിൽ ഇവിടെ നല്ല പൂളുണ്ടിട്ടാ, നല്ല അടിക്ക് ചളി കെട്ടിയിട്ടുണ്ട്. ഇതാണ് മറ്റൊരു ഏരിയ. ഒരു തോണി ഉണ്ടില്ലേ, ഈ തോണിയാണ് ഈ കിടക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ വെള്ളം കയറിയതാട്ടാ. ഇതിൻ്റെ പച്ചപ്പൊക്കെ ഉണങ്ങിയിട്ടുണ്ട് വെള്ളം കയറിയോണ്ട്. അതേമാതിരി അക്കര ഒന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം. ഇതൊക്കെ വെള്ളം കയറിയോണ്ട് അവിടുത്തെ പച്ചപ്പൊക്കെ പോയതാട്ടാ. ഇവിടെ ഈ കാണുന്നതൊക്കെ വെള്ളം കയറിയോണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. വെള്ളം കെട്ടി നിന്നപ്പോൾ അവിടെയുള്ള ഇലകളൊക്കെ കേടുവന്നു. സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടേ കേടുവന്നതായിരിക്കും. ഇത്രത്തോളം ഉയരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടാ. 30-ാം തീയതി തുടങ്ങിയ മഴ 29-ാം തീയതി തുടങ്ങിയത്. 30-ാം തീയതി തൊട്ട് പുഴയിലെ വെള്ളം കൂടാൻ തുടങ്ങി. 1-ാം തീയതി 30-ാം തീയതി രാത്രിയോടെ മാക്സിമം വെള്ളം എത്തി. പാണ്ഡ്യശാല ഏരിയയിലൊക്കെ റോട്ടിലേക്ക് വെള്ളം കയറി. പിന്നെ 1-ാം തീയതി വെള്ളം നിശ്ചലമായി, ഉച്ചയോടുകൂടി നിശ്ചലമായി. അതിനുശേഷം വെള്ളം കുറഞ്ഞു. 3-ാം തീയതിയോട് കൂടിയാണ് ശരിക്ക് റോഡിലുള്ള വാഹനഗതാഗതമൊക്കെ ശരിക്ക് പൂർണ്ണമായിട്ട് ശരിയായത്. അതുവരെയൊക്കെ വണ്ടിയൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പിന്നെ 3-ാം തീയതിയോട് കൂടിയൊക്കെ വെള്ളം പുഴയിലേക്ക് തന്നെ ഇറങ്ങിപ്പോയി. ഇതുണ്ടല്ലേ, ഇവിടെ കാണിച്ചു തരാം ഒരു സംഗതി. ഇതുണ്ടല്ലേ, ഒരു തെങ്ങ് പുഴയിലേക്ക് വീണ് കിടക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, കാറ്റിലും മഴത്തും വീണതായിരിക്കും. അതേപോലെ എൻ്റെ ചോട്ട് ഒന്ന് നിങ്ങൾക്ക് ഈ കാണുന്നുണ്ടല്ലേ, കഴിഞ്ഞ വെള്ളത്തിൽ വീണതാണ് ഈ കാണുന്നത്. ഈ പ്രാവശ്യവും അതേ ഏരിയയിൽ ഒന്ന് മരം വീണിട്ടുണ്ട്. പുഴയിലെ വെള്ളം ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. കൂടുതലായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു കലക്കിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളം തെളിഞ്ഞിട്ടുണ്ട്, മീനുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ ഇവിടെയൊക്കെ ചളി വന്ന് അടിഞ്ഞതാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ നല്ല ചളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വെള്ളപ്പൊക്കത്തിന് ശേഷം കടലുണ്ടിപ്പുഴയിൽ നിന്നുള്ള കാഴ്ചകൾ. പുഴയിൽ ഒഴുക്ക് ചെറുതായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഡിസംബർ വരെ ഈ ഒഴുക്കുണ്ടാകും. ഇനിയും ഒരു ചെറുതായിട്ട് മഴ വരാൻ ചാൻസ് ഉണ്ട്. അതിലൊന്നുകൂടെ ഒന്ന് വെള്ളം കയറാനും സാധ്യതയുണ്ട്. കൂടുതലില്ലെങ്കിലും കഴിഞ്ഞ 4 വർഷങ്ങളിലായിട്ട് ഓഗസ്റ്റ് 20-ന് ശേഷം ഓഗസ്റ്റ് 15-ന് ശേഷമാണ് മഴ ശക്തമാവുകയും അത് കാരണം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായത്. 2018-ലും 2019-ലും ഉണ്ടായ വലിയ വെള്ളപ്പൊക്കം ഓഗസ്റ്റ് 15 ആ ടൈമിലായിരുന്നു. അതിന് ശേഷമൊക്കെ ഈ ഓഗസ്റ്റ് 15-ന് ശേഷമാണ് വെള്ളം കൂടുതലായിട്ട് ഉയർന്നിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഓഗസ്റ്റ് 1-ാം തീയതിക്ക് തന്നെ വെള്ളം മാക്സിമം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വെള്ളം കയറുമോ അല്ലെങ്കിൽ ഇനി മഴ പെയ്യുമോ, ശക്തമായ മഴ ഉണ്ടാകുമോ എന്നൊന്നും പറയാൻ കഴിയില്ല. ഇവിടെ കാണിച്ചു തരാം ഞാൻ എത്രത്തോളം ചളി അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്ന്. ഇതൊക്കെ ഇവിടെ ഒക്കെ ചളിയാണ്. ഇതൊക്കെ ഇനി വൃത്തിയാക്കണം. എന്നാലും നമുക്ക് ചൂണ്ടയിടാനും ഇതിൽ കൂടെ കുളിക്കാൻ വരുന്നവർക്കൊക്കെ സൗകര്യമാവുള്ളൂ. ഈ ചളി ഉണ്ടെങ്കിൽ ഇവിടുന്ന് കുളിച്ച് വന്ന് ഇവിടെ എത്തുമ്പോൾ വീണ്ടും ചളിയാകുന്ന ഒരു പ്രശ്നമുണ്ട്. വെള്ളത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലിലൊക്കെ വെള്ളം ഉണ്ടാവില്ലോ, അത് കാരണം വീണ്ടും ചളിയിലേക്ക് തന്നെ പോവേണ്ട അവസ്ഥയുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്, അത് ചെയ്യണം. ഇവിടൊക്കെ മണ്ണിടിച്ചിലുണ്ട് കേട്ടോ, കണ്ടില്ലേ?
ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ഇവിടെയൊക്കെ കാണുന്നൊക്കെ വീടുള്ളതാണ്. മണ്ണിടിഞ്ഞു പോയാലും അപകടം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കള്ളുണ്ടിപ്പുഴയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വീഡിയോസ്. അതുപോലെ ഇപ്രാവശ്യം ആദ്യം നല്ല മഴ പെയ്തപ്പോൾ വെള്ളം വന്നത് ഇവിടെ നിന്ന് സാധാരണ ഒരു ആവറേജ് മഴ പെയ്താലേ ഈ ഓടി വരെ എത്തും. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് നല്ല മഴ പെയ്താലേ ഇവിടെ ഈ ഏരിയ വരെ വെള്ളമെത്തും. ഈ ഏരിയയിലേക്ക് വെള്ളം എത്തുമ്പോഴേ പാടത്തുള്ള വീടുകളിലൊക്കെ ചെറുതായിട്ട് വെള്ളം കയറാൻ തുടങ്ങും. എന്നാൽ ഇപ്രാവശ്യത്തെ വെള്ളം കയറിയത് എന്ന് പറയുന്നത് ഇതല്ലേ, ഇവിടൊക്കെ വെള്ളം കയറിയ അടയാളങ്ങൾ കാണാൻ കഴിയും. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ വെള്ളം വന്നപ്പോൾ എത്ര കയറി എന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ വെള്ളം കയറിനോ. ഈ കാണുന്ന വീടുണ്ടില്ലേ, ഈ വീടിൻ്റെ ഗേറ്റിങ്ങിൽ വരെയായിരുന്നു ഇപ്രാവശ്യം മഴ പെയ്ത് കാരണം വെള്ളം വന്നത്. ഇവിടേക്ക് വെള്ളം കയറിയാൽ തന്നെ ഇതിൻ്റെ മെയിൻ റോട്ടിലെ പാണ്ടികശാല, വലിയോറ പാണ്ടികശാല ഏരിയയിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങും. അതുപോലെ തന്നെ പാടത്തൊക്കെ റോഡൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാവും. പിന്നെ 2018-19 ഇതിൻ്റെ അപ്പുറവും അവിടെ വരെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വെള്ളം വന്നതെങ്കിൽ 2018-ലും 19-ലും ആ എൻഡില്ലേ അതുവരെ വെള്ളം വന്നിനു. അത് കാരണം ഈ വീടുകൾ അതുപോലെ തന്നെ ഈ വീട് ഇതിൻ്റെ ഉള്ളിലുള്ള ഏരിയ മൊത്തമായിട്ട് വെള്ളം കയറിയിരുന്നു. പണ്ട് കാലത്തൊക്കെ വലിയ വെള്ളം വരുമ്പോൾ ഇതുവരെ വെള്ളം വരാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ പിന്നെ കുറേ വീടും കാര്യങ്ങളൊക്കെ വന്നു. 2018-ലും 2019-ലും ഇവിടെ വരെ വെള്ളം വന്നിരുന്നു. ഇവിടെ വരെ വെള്ളം വന്നാൽ ഈ ഏരിയ മൊത്തം വെള്ളത്തിലാവും. പിന്നെ അങ്ങോട്ടും ഇനി ഇവിടെ നിന്നുണ്ട് കയറ്റണം തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് വല്ലാതെ കയറില്ല. ഇത് മഞ്ഞാമാട് കടവിലേക്ക് പോകുന്ന ഇടവഴിയാണ് കേട്ടോ. ഇടവഴി അതിൻ്റെയൊക്കെ പണ്ട് കാലത്തെ റോഡുകളാണ്. ഇപ്പോൾ ഇത്തരം ഇടവഴികളൊന്നും കാണാൻ കഴിയില്ല. അതൊക്കെ തൂർത്ത് റോഡുകളാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും കാര്യമായിട്ട് തൂർത്ത് റോഡാക്കാത്തതും എന്നാൽ അടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇടവഴിയാണിത്. കണ്ടില്ലേ, ഇതാണ് കറക്റ്റ് ഇടവഴി എന്ന് പറഞ്ഞ സ്ഥലം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂനിരപ്പ് മുകളിലായിരിക്കും. കണ്ടില്ലേ, പിന്നെ സ്റ്റെപ്പിലടിക്ക്. അതുപോലെ ഈ സൈഡിലും എന്താണ് ഭൂനിരപ്പ് മുകളിലും അതിൽ കുഴി കുത്തി ഇടവഴി ഒരു ഇട ഉണ്ടാക്കി അതുവഴി യാത്ര ചെയ്യുക. ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഭൂനിരപ്പിൻ്റെ മുകളിലോട്ടാണ് റോഡ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഭൂനിരപ്പിന് സമാന്തരമായിട്ടാണ് റോഡ് ഇപ്പം ഉണ്ടാക്കുന്നത്. എന്നാൽ പണ്ട് കാലത്ത് ഭൂനിരപ്പിൽ നിന്നും അടിയിലേക്ക് ഒരു ചാല് കയറി അതായിരുന്നു ഇടവഴി എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇത്തരം ഇടവഴികളൊക്കെ അപൂർവമായിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതന്നെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിനു മുമ്പൊക്കെ നമ്മൾ നാളത്തെ പുഴ കണ്ടില്ലേ, അതൊക്കെ ഒരു ഇടവഴിയായിരുന്നു. എന്നാൽ അതൊക്കെ തൂർത്ത് വഴികളായി റോഡുകളായി മാറി. അങ്ങനെ ഇതാണിപ്പോൾ മഞ്ഞാമാട് കടവ്. ഇവിടേക്കൊക്കെ കഴിഞ്ഞ ഈ പ്രാവശ്യം വെള്ളം വന്നിരുന്നു. അങ്ങനെ വെള്ളം താഴ്ന്ന് ഇതാണ് മഞ്ഞാമാടിൽ നിന്നുള്ള കാഴ്ച. കണ്ടില്ലേ, മഞ്ഞാമാട് പാലമാണിട്ടത്. ഈ പാലാണ് വേങ്ങര പഞ്ചായത്തിനെയും തിരുരങ്ങാടി മണ്ഡലത്തിലെ എടരിക്കോട് പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ കാണുന്നത്. ഈ അഹമ്മദ് സാഹിബിൻ്റെ കാലത്താണ് ഈ പാലം നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ടിപ്പോൾ ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടാ. ഈ രണ്ട് ഏരിയയിൽ നിന്ന് പറഞ്ഞാൽ ഈ വേങ്ങര ഏരിയത്തെ ആളുകൾക്ക് കോട്ടക്കലിലേക്കും അതുപോലെ തന്നെ കോട്ടക്കലിൽ നിന്നുള്ളവർക്ക് വേങ്ങരയിലേക്കും പോവാൻ വളരെ ഈസിയായി ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്ന കെട്ടുണ്ടല്ലേ, ഈ കെട്ടിൻ്റെ മുകളിൽ വരെയും ഇപ്രാവശ്യം വെള്ളം വന്നിനു. 2018-ലോ 2010-ലോ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു അവിടെ കമ്പി കാണാൻ കഴിയും. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. അവിടെ പമ്പോസിൻ്റെ മേലെ ഒരു ചെറിയൊരു കുടിലുണ്ടായിരുന്നു, ഈ ഇരുമ്പ് ഷീറ്റിട്ടുണ്ടാക്കിയ. അതിൻ്റെ മുകളിൽ വരെ കഴിഞ്ഞ പ്രാവശ്യം 2018-ലോ 2019-ലോ വെള്ളം വന്നിനു. എന്നാൽ ഇപ്രാവശ്യം
ഇത് മൊത്തമായിട്ട് മൂടിയിട്ടാ. മൂടിയാൽ തന്നെ ആ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് കയറുള്ളൂ. ഈ വീട്ടിലേക്കൊന്നും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അതിലും താഴ്ന്ന ഈ റോഡ് ഇങ്ങനെ കടന്ന് അങ്ങോട്ട് പോയിരുന്നു. അതിൻ്റെ വെള്ളം കെട്ടിന്ന് കണ്ടാണ് ഈ പുല്ലൊക്കെ കേട് വന്നിട്ടുണ്ട്. വലിയൊരു ബീം ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചക്കരൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്കൊണ്ടും മറ്റും വെള്ളം കെട്ടി വെള്ളം അതിൻ്റെ മുകളിലായതുകൊണ്ടൊക്കെ അവിടെയുള്ള പച്ചപ്പൊക്കെ ഒലിച്ചു പോവുക അല്ലെങ്കിൽ കേടുവരികയൊക്കെ ചെയ്ത് അവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പുഴയിലിപ്പോൾ അത്യാവശ്യം ഒഴുക്കുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒഴുക്ക് കാര്യമാക്കണ്ട. അതെ ഈ പാലത്തിൻ്റെ ഫില്ലർ ഉണ്ടായതുകൊണ്ട് അത്രയും വലിയ ഏരിയയിൽ നിന്ന് ഇതിനുള്ളിൽ കൂടെ കടന്നു വരുമ്പോഴുള്ള ആ ഒരു ഒഴുക്കാണ്. എന്നാലും കുഴപ്പമില്ലാത്ത ഒഴുക്കുണ്ട്. വെള്ളം ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ ചോന്ത നിറത്തുള്ള വെള്ളമൊക്കെ പോയി ഇപ്പം ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ വരികയാണ്. അപ്പം ഇനിയും കുറച്ചും കൂടിയൊക്കെ വെള്ളം തെളിയാനുണ്ട്. അതിനിപ്പോൾ ഇന്നുണ്ട് നല്ല ആകാശം നല്ല വെയിലാണ്. ഇതുപോലെ വെയിൽ ഇന്നും നാളും കൂടി അറിയിക്കുകയാണെങ്കിൽ ഇതൊക്കെ തെളിയും. അപ്പോൾ ഇതാണ് മഞ്ഞാമാട് കടവ്, കല്ലുണ്ടിപ്പുഴയിലെ മലപ്പുറം ജില്ലയിലെ വേങ്ങര ഗ്രാമപഞ്ചായത്തിലെ വലിയോറ കല്ലുണ്ടിപ്പുഴയിലെ മഞ്ഞാമാട് കടവാണ് ഈ കാണുന്നത്. അപ്പോൾ